അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അവകാശങ്ങളില്ലാത്ത നമ്മൾ മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മൾ അടിമകളായി മാറും. ഒരു അടിമയായി ജീവിക്കുന്നതിലും നല്ലത് അത് മരണതുല്യമാണ്. നാളെ മരിക്കുവാണെങ്കിൽ ഇന്ന് മുഴുവൻ ഈ ഇൻ്റർവ്യൂ കൊണ്ട് മുഴുവൻ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കും. പക്ഷെ ഞാൻ നാളെ മരിക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിലെങ്കിലും വധുവായിട്ട് വരണമെന്നുള്ളത്. എൻ്റെ കൂടെയാണ് സാധിച്ചത്. ഞാനായിരുന്നു അവരുടെ കഴുത്തിൽ താലി കെട്ടിയത്. എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സീൻ ഉണ്ടാവുമോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ സിനിമയിലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സീൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് സംസാരിച്ചതൊക്കെ. ഇത് എന്നോട് പറഞ്ഞത് നിങ്ങളോട് മാത്രമായിട്ടാണ് ഞാൻ സംസാരിച്ചത്, ഇത്രയും ഇതായിട്ട് എനിക്ക് സംസാരിക്കാൻ വേറെ ആളോട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം, സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അവരോട് സംസാരിച്ചത്. പിന്നെ ഞാൻ സംസാരിച്ചില്ല. അത് 5-6 മാസം കഴിയുമ്പോൾ അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുബാലാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതേ മരിച്ച മധുബാലാണോ ജീവിക്കുന്ന മധുബാലാണോ? എനിക്ക് ആ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഈ ആദ്യമായിട്ടൊന്നുമല്ല മരിക്കുന്നത്. അതെ, 2-3 തവണ ഇതിനു മുമ്പും മരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി വേറൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ മരണത്തിൽ ഇത്രമാത്രം ആഹ്ലാദിക്കുന്ന മനുഷ്യർ ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരാൾ മരിക്കുന്നതാണ് അല്ലെങ്കിൽ മരിച്ചു എന്ന് കേട്ടത് പാതി കേൾക്കാത്തത് പാതി അത് ഷെയർ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അതിനേക്കാൾ വലിയ തമാശ തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ നാട് അല്ലെങ്കിൽ ഇപ്പോഴുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, അക്ഷരാർത്ഥത്തിലൊരു ഈ എന്തും ഛർദ്ദിക്കാം, ഏത് വിഴുപ്പും ഏറ്റുവാങ്ങാം, അതൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനുമായിട്ട് ആളുകളുണ്ടാവും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഒരു ഡസ്റ്റ്ബിൻ ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്നുണ്ട് ഈ മനുഷ്യൻ്റെ മനസ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഈ പറയുന്ന എൻ്റെ ഒരു കാഴ്ചയിൽ മരിച്ച മനുഷ്യന് എന്തും പറയാമല്ലോ, അങ്ങനെയും തോന്നുന്നുണ്ട്. കാരണം എന്തായാലും ഒരു പ്രാവശ്യം മരിക്കും. ആ മരിക്കുന്നത് വൃത്തിയായിട്ട് നമ്മുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട്, അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മതി. അപ്പം ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ട് മരിച്ച് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ 2-3 തവണയായല്ലോ. എനിക്ക് തോന്നുന്നു 2012, 2018, 2019 മുതൽ അല്ലേ അങ്ങനെ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നു. സ്വയം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമാണോ ഇങ്ങനെ ഒരു പരിധി വരെ? ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ വിഷയം ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ 2019 ഇലക്ഷൻ്റെ സമയത്ത് നരേന്ദ്രമോദിയുടെ 2ാം വരവിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്ത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം ഞാൻ പറഞ്ഞ പ്രസംഗം എന്നല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ച് ലോകത്തിലെ മീഡിയാസ്, BBC, CNN, IBN പോലെയുള്ള സ്ഥാപനങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ അഭിപ്രായങ്ങൾ പറയേണ്ടത് ആരെയോ ഭയപ്പെട്ടുകൊണ്ടുള്ള രീതികളിലായി മാറുന്നു. സ്വാതന്ത്ര്യം നമ്മൾ നേടിയത് നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു ധൈര്യം കൂടി തന്നുകൊണ്ടായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യത്തെ. തെറ്റ് കണ്ടാൽ, അനീതി കണ്ടാൽ ഇടപെടണം, പെരുമാറണം എന്ന് പറയുന്ന ഒരു ചിന്ത സാധാരണ പൗരനുണ്ടായത് സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് കൊണ്ട് തന്നെയാണ്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയതും ഈ വലിയ തോതിൽ ഗാന്ധിജിയെ പോലൊരു ഒരു മഹാമനുഷ്യൻ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അവകാശങ്ങളില്ലാത്ത നമ്മൾ മനുഷ്യരായി ജീവിക്കുമ്പോൾ നമ്മൾ അടിമകളായി മാറും. ഒരു അടിമയായി ജീവിക്കുന്നതിലും നല്ലത്, അങ്ങനെ അടിമയായി ജീവിക്കുകയാണെങ്കിൽ അത് മരണതുല്യമാണ്. ആ മരണം നമ്മുടെ ജീവിതത്തിലെ ആത്മഹത്യാപരമായ മരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നീട് ഉണ്ടാകുന്ന സാധനങ്ങൾ
സത്യത്തിൽ BJP ക്യാമ്പയിനിൽ നിന്ന് പോലും എനിക്ക് പേര് വെച്ചുകൊണ്ട് പോലും എനിക്ക് റീത്തുകളും ഈ പറഞ്ഞ സെന്റൻസിനെ പക്ഷേ ഇങ്ങനെയല്ലോ മാധ്യമങ്ങളിൽ വന്നത്. അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടായി, വാർത്ത ഉണ്ടാകുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞാൻ ആത്മഹത്യ. അതാണ് ചടങ്ങ്. ജീവിക്കുന്ന ജീവിതം സത്യസന്ധമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് ജീവിതം ആത്മഹത്യാപരമാണ്. അങ്ങനെ ജീവിക്കുന്നത് മരിച്ച മനുഷ്യൻ്റെ തുല്യമാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നതും ഈ ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മരിച്ച മനുഷ്യൻ സംസാരിക്കും എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ അതെ, അത് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് കൃത്യമായി ചോദിച്ച രാഷ്ട്രീയമായ എന്തെങ്കിലും പിന്നിലുണ്ടോ എന്ന ഈ ഒരു വളരെ ഇപ്പോഴും വന്നതിനകത്തും ഇതേ സാധനങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈലുകൾ മുഴുവൻ ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. ആ പ്രൊഫൈലുകൾ മുഴുവൻ ജയ് ശ്രീറാമാണ്. അപ്പോൾ മനസ്സിലാവാമല്ലോ ആരാണ് അതിൻ്റെ പിന്നിലെന്നുള്ളത്. നമുക്ക് ഈ കാര്യം ഞാനൊരു കാര്യം ചോദിക്കുന്നു. നമുക്ക് വിശ്വാസങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് എതിരഭിപ്രായങ്ങൾ പറയാനുള്ളതും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നല്ലതും ചീത്തയുമുണ്ട്. എനിക്ക് നല്ലത് എന്ന് തോന്നുന്നതല്ലല്ലോ നിങ്ങൾക്ക് നല്ലത് എന്നാകണമെന്നില്ല, അതുമുണ്ട്. അതല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യമല്ലല്ലോ, അതൊരു ഏകാധിപത്യ സ്വഭാവമാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവത്തിലാണ്. അതൊരിക്കലും വികസനം നമുക്ക് തരികയില്ല എന്നുള്ളത് കൃത്യമായിട്ടറിയാം, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ വരും കാലങ്ങളിൽ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഞാനിത് രാഷ്ട്രീയപരമല്ലാതെ വ്യക്തിപരമായിട്ട് അത് ചോദിക്കട്ടെ. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല ആളുകളുടെ സ്റ്റാറ്റസ് ആണ് നമ്മൾ മരിച്ചുപോയി എന്നാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കാണുന്ന ഒരു മൊമെന്റിൽ എന്താണ് നമ്മുടെ മനസ്സിൽ? എനിക്ക് അങ്ങനെ ഒരിക്കലും ഒന്നും തോന്നുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് മരണത്തിൻ്റെ സമയം വരുമ്പോൾ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. അപ്പം ആ മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 മണി ആയപ്പോൾ തിരിച്ചു പോകുമ്പോൾ PF മാത്യൂസ് എന്നെ വിളിച്ചിട്ട്, അതായത് മിസ്ഡ് കോളുകൾ ഇങ്ങനെ ഒരു 3-4 കിടക്കുന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചു. വേറെയും കുറേ കോളുണ്ടായിരുന്നു, പക്ഷേ മത്തായി എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ അയാളെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഒരു പേര് പറഞ്ഞുകൊണ്ട്, അയാളുമായിട്ട് നിനക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. എന്താണ്, ആരാ ആൾ എന്ന് ചോദിച്ചു. അല്ല, അയാൾ നിനക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വാർത്ത ഇട്ടിട്ടുണ്ടെന്നു. ഞാൻ അപ്പോൾ ആദ്യം ചോദിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ്. കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും 2019 കഴിഞ്ഞ് 2024 ഈ പറയുന്ന തുടങ്ങിയോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പം അയാൾ മാത്യൂസിൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞങ്ങൾ പൊളിറ്റിക്സാണ് വളരെ കൃത്യമായിട്ട്. അപ്പം ഇതിനകത്ത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മരണം വിധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മരണ വാർത്ത അച്ചടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രമായിട്ട് വരുമ്പോൾ, സ്വാഭാവികമായിട്ടും കുറേ പേർക്ക് എന്നോട് ഏറ്റവും അടുപ്പമുള്ള കക്ഷികൾ പറയും, നീ എന്തെങ്കിലും വേണ്ടാത്തത് പറയാൻ പോയിട്ടാണ് ഇങ്ങനത്തെ സാധനം ഉണ്ടാകുന്നത്, ഇനി അതൊന്നും പറയാൻ പോകണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട, ഒന്ന് വായടച്ചാൽ മതി, നാവൊന്ന് അടക്കി വെക്കുക എന്ന് പറയുന്ന, പണ്ടത്തെ കാലത്ത് നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന ഒരു അടിയന്തരാവസ്ഥ നമുക്ക് മുമ്പിലുണ്ട്. എന്നുള്ള അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നാവ് അടപ്പിക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നുണ്ടാവും. അത് അവരെ, കാരണം ഈ ഒരു മനുഷ്യൻ മരിച്ചു, ഏറ്റവും അടുത്തൊരാൾ മരിച്ചു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന അവരൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് അവരത് എന്നോട് വേണ്ട എന്ന് പറയുമായിരിക്കാം. പക്ഷേ ഞാനതിനെ അങ്ങനെ കാണുന്നൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ചുറ്റുപാടുമുള്ള, എന്നെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് അറിയാം ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അൾട്ടിമേറ്റായിട്ട് നമ്മുടെയൊക്കെ ഒരു ജീവിതമാണുള്ളത്. ആ ജീവിതം ഈ ആർക്കെങ്കിലും വേണ്ടി വെറുതെ ഇങ്ങനെ കളഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല. മരിക്കുവാണെങ്കിൽ മരിക്കും എന്ന് പറയുന്നത്, ഒരു ദിവസം മരിക്കും, എന്താ എല്ലാ മനുഷ്യരും മരിക്കും. പക്ഷേ മരണത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ജനതയ്ക്ക് വേറൊന്നും നൽകാൻ പറ്റില്ല, ഒരു മരണം മാത്രമേ നൽകാൻ പറ്റൂ. ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തുറന്നു പറച്ചിലുകൾ പലപ്പോഴും തിരിച്ചടിയായിട്ടെന്ന് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമുക്കെന്തിനാണ് എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ നമ്മൾ തുറന്നു പറയുന്നുള്ളൂ. ഞാൻ വഴി കൂടെ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്ന ഒരാളല്ല.
ഒരു പീരീഡിൽ എനിക്ക് ഒരു രസം തോന്നിയിരുന്നു. അല്ല, പുതിയ കാലഘട്ടത്തിൽ കലാകാരന്മാർ പ്രത്യേകിച്ചും കുറച്ച് സൂക്ഷിച്ചും കണ്ടുമാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിഷയങ്ങളിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലായാലും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ ഒരു ഇച്ചിരി പേടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു അതിനകത്തൊരു കാര്യമുണ്ടെന്ന് വെച്ചറിയോ, ഞാൻ വളർന്ന സാഹചര്യങ്ങളുണ്ട്, അതുകൂടെ ഇല്ലേ എനിക്ക്. എന്നെ പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരുപാട് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയ മനുഷ്യന്മാരുണ്ട്, സോഷ്യലി കമ്മിറ്റഡ് ആയ മനുഷ്യന്മാരുണ്ട്. സഹജീവികളോട് ഏറ്റവും അടുത്ത് പെരുമാറിയിട്ടും അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ വളർന്ന് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സിനിമ തലപ്പാവായതും ഒരു കമ്മിറ്റഡ് സിനിമയാണത്. രണ്ടാമത്തെ സിനിമ ഒഴിമുറി ഉണ്ടാകുന്നതും അതേപോലെ തന്നെയാണ്. അതൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതിനകത്ത്. കാരണം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതിനകത്ത്. എന്താണ് ഡിവോഴ്സ്, എങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്യുമ്പോഴും രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ജീവിതം എങ്ങനെയാണെന്നുണ്ട്. മൂന്നാമത്തെ സിനിമ പ്രസിദ്ധമായി ചെയ്തപ്പോൾ ഇതേ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഏതൊരു മനുഷ്യനെയും ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷവും ഒരു പ്രതിയാക്കി മാറ്റാം എന്ന് പറയുന്നൊരു കഥ പറഞ്ഞിരുന്നു. അതിനകത്തും ഒരുപാട് ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു വിഷയത്തെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുന്നില്ല. ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ പുതിയ തിരഞ്ഞെടുപ്പ് വരുവാണല്ലോ, അപ്പം എൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടി ചോദിക്കുകയാണ്, രാമൻ്റെ ക്ഷേത്രമാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമക്ഷേത്രമാണോ ഇപ്പോൾ ഉള്ളത്? ഈ ഏറ്റവും വലിയ കാര്യം പൊളിറ്റിക്സിനകത്ത് നമ്മൾ പറയും നമ്മുടെ ഉള്ളിലെല്ലാം ദൈവമുണ്ട്. അങ്ങനെ നമുക്ക് എന്തുകൊണ്ട് കണ്ടുകൂടാ? എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവമുണ്ട്. ദൈവം എന്ന് പറയുന്നത് അവനവനെ രക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവന് ഒരു ശാശ്വതമായ തൻ്റെ സങ്കടങ്ങൾ പറയാനുള്ള, തനിക്കൊരു അഭയമായി മാറുന്ന ഒരു ശക്തി എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ഈ എനർജി എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ നാരീശക്തി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്ത്രീകൾക്കും ശക്തിയുള്ളവരാണ്, പുരുഷനും ശക്തിയുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് നമുക്ക് ഈ ടോട്ടൽ യൂണിവേഴ്സിൻ്റെ ഒരു ശക്തിയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആ എനർജിയുടെ കാര്യമേ പലപ്പോഴും പറയാറുള്ളൂ. ആ എനർജി ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു അഭയമായിട്ട് മാറുന്നുണ്ട്. ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്നത് തൻ്റെ സങ്കടങ്ങൾ തീർക്കാനുള്ള ഒരു അഭയമാണ്. അപ്പോൾ ആ ദൈവത്തിൽ, അതിന് ചിലപ്പോൾ രാമൻ എന്ന് പറയും, അള്ളാ എന്ന് പറയും, ചിലപ്പോൾ ക്രിസ്തു എന്ന് പറയും, യേശുവെ എന്ന് വിളിക്കും, പല തരത്തിലുള്ള വിളികളിൽ നിൽക്കുന്നുണ്ട്. അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയുള്ള അമ്മയും അച്ഛനും നമ്മളുടെ ഒരു അഭയമായിട്ട് നമ്മളുടെ വളർച്ചയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള ഒരു സങ്കേതമാണ് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റും. അപ്പോൾ അത് രാമനാണോ വിഷ്ണുവാണോ, അല്ലെങ്കിൽ അതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് തന്നെ ഹിന്ദു പുരാണത്തിനകത്ത് എത്രായിരം കോടി ദൈവങ്ങളുണ്ട്. അത്രയും ദൈവങ്ങൾ നിലനിൽക്കുകയും അതിനകത്ത് ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഏറ്റവും രസകരമായിട്ട് പറഞ്ഞത് രാമരാജ്യം എന്നൊരു കൺസെപ്റ്റിൻ്റെ കാര്യമാണ്. അത് സത്യത്തിൻ്റെയും നീതിയുടെയും ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഈ രാമായണം പറഞ്ഞിരുന്നത് എന്നുള്ള. എനിക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി എന്ന് പറയുന്ന ഒരു രാമനെക്കുറിച്ചാണ് സംസാരിച്ചത്. ആ രാമൻ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജിയുടെ രാമനല്ല അയോധ്യയിലെ രാമനെന്ന്. സത്യം. ആ സ്റ്റേറ്റ്മെന്റ് പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാനും ചോദിച്ചത്. ഗാന്ധിജിയുടെ രാമൻ വേറെയാണ്. ഗാന്ധിജിയുടെ രാമൻ ഞാൻ സത്യത്തിനും നീതിക്കും സമൂഹത്തിനും വേണ്ടി ഒരു രാമനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അയോധ്യയിലെ രാമൻ അങ്ങനെ കാണുന്നില്ല. അയോധ്യയിലെ രാമൻ ഇപ്പം നമ്മൾ പറയില്ലേ, എത്രയോ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്രയോ ദൈവങ്ങളുണ്ട്. എല്ലാ ദൈവങ്ങളും ഇപ്പോൾ നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം, ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം സാധിച്ചു, അവിടെ ഒരു ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. ആ ശക്തി എന്നെ സഹായിച്ചു എന്ന് പറയും. ഞാൻ വലിയ തോതിൽ ആഗ്രഹിച്ച് നടന്ന ഒരു കാര്യം എനിക്ക് ആ അമ്പലത്തിൽ പോയോ, ഇതേ അമ്പലത്തിലെ ഡയറ്റ് തന്നെയാണ് ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് ഉണ്ടാകും. അയാൾ അവിടെയൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് ഈ അമ്പലത്തിൽ കിട്ടിയത്. ഇത് നമ്മൾ പറയും അവിടെ ഇരിക്കുന്ന ദൈവത്തിനും ഇവിടെ ഇരിക്കുന്ന ദൈവത്തിനും രണ്ട് വ്യത്യാസങ്ങളുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളും ഒരു ശക്തി തന്നെയാണെന്നുള്ളത്.
ഈ തെരഞ്ഞെടുപ്പ് ശക്തിയിൽ നിൽക്കുമെന്ന് തോന്നുന്നല്ലേ? തെരഞ്ഞെടുപ്പ് ശക്തിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ട് തന്നെയാണ്. തന്നെ കാരണം ആ ശക്തിയെ സത്യത്തിൽ നമ്മൾ ശക്തിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്, ആ എനർജിയിലേക്ക് തന്നെ പോകണം. സത്യത്തിൻ്റെ എനർജി ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ പറയില്ല, ഒരാൾ 100,000 നുണകൾ നിരന്തരമായിട്ട് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഒരാൾ അത് നുണയാണെന്ന് പറയാനുണ്ടാവും. ആ നുണയാണെന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ ശക്തി എന്ന് ഞാൻ കരുതുന്നു. ഈ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നതേ കുറേ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ നിരന്തരമായി BJP-യിലേക്ക് പോകുന്നു. ഒരു വലിയ മാറ്റം, നമുക്കതിപ്പോൾ ഒരു വലിയ വാർത്തയൊന്നും അല്ലാതായി മാറുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇനി അങ്ങോട്ടേക്കൊരു ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവി, അല്ലെങ്കിൽ മൊത്തത്തിൽ രാഷ്ട്രീയമായ? അല്ല, എനിക്ക് അതിനകത്തൊരു ഒരു ഒരു കാര്യമുള്ള ചെയ്യാം. ഈ അധികാരം എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്, പവർ. പൊളിറ്റിക്സായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം ഇല്ലാതെ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന, ഡിപ്രസ്ഡ് ആകുന്ന മനുഷ്യർ ഉണ്ട്. കാരണം കുറേ കാലം അവർക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ വരുമ്പോൾ ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നിരുന്നു. അവർ വരുമ്പോൾ സകല മനുഷ്യരും മാറി നിന്നുകൊണ്ട് അവർക്ക് ജയ് വിളിച്ചിരുന്നു. അവർ വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ആളുണ്ടായിരുന്നു എന്ന് പറയും. പോകെ ചിലപ്പോൾ ആളില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതൊരു മനുഷ്യൻ്റെയും, അതായത് ഈ അധികാരത്തിൻ്റെ ഈ ഒരു വലിയ ഈ തണലും പച്ചപ്പൊക്കെ ആഗ്രഹിച്ച് കൊണ്ടു നടന്നിരുന്ന മനുഷ്യന്മാർക്ക് അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും ഡിപ്രഷനും പിന്നെ ഭയവും ഉണ്ടെന്നുള്ളതാണ്. ആ ഭയം ചിലപ്പോൾ പലതരത്തിൽ പലയിടങ്ങളിലേക്ക് ചേക്കേറാൻ അവനെ പ്രേരിപ്പിക്കും. കുറേ കഴിയുമ്പോൾ അവിടെ പോയവനും തിരിച്ച് അവിടെ ശരിയല്ല, എനിക്ക് അവിടെ ചെന്നപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് പോകും. ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഈ ചില പാർട്ടികളിലേക്ക് പോകുമ്പോൾ പറഞ്ഞത്, ഇത്രയും നാൾ ഞാൻ നിന്നിരുന്ന പാർട്ടി പിന്നെ എന്നെ ഒന്നിനും സഹായിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല എന്ന്. ഞാൻ അപ്പോഴൊക്കെ കരുതിയിട്ടുണ്ട്, ഈ പാർട്ടി ഇത്രയും നാൾ ജനങ്ങളെ സഹായിച്ചില്ല, ജനങ്ങൾക്കൊന്നും കൊടുത്തില്ല, അപ്പുറത്തെ പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ്, ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലായി, എന്നെ സഹായിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല, ആയതിനാൽ ഞാൻ പോകുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇത്തരം ആളുകളുടെ ഉള്ളിലുള്ള. നമുക്ക് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഒന്നും ഇട്ട് നമ്മൾ തന്നെ വ്യക്തി ജീവിതത്തിലേക്ക് വരാം. ഈ സിനിമ എന്ന അർത്ഥത്തിലൊക്കെ, എഴുത്തുകാരൻ എന്ന അർത്ഥത്തിലൊക്കെ മധുബാലനെ എല്ലാവർക്കും ആളുകൾക്കൊക്കെ അറിയാം. അതിനൊക്കെ മുമ്പ്, അതായത് ഈ ജേർണലിസം കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് പിന്നെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ആ കാലഘട്ടമൊക്കെ? അതിനെക്കുറിച്ച് എവിടെയും പറയുന്നൊന്നും കേട്ടിട്ടില്ല. ഈ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളുടെ അടുത്തേക്കും പറയുന്നതിനും പകരം ചില രഹസ്യങ്ങളും ചില സ്വകാര്യതകളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ഈ ചില സമയങ്ങളിൽ ചിലതൊക്കെ എഴുതാം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ആലോചിച്ചു പോകുന്ന ചില കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർത്തും അപ്പോൾ അതല്ലാത്ത കുറേ രഹസ്യങ്ങൾ, കുറേ കാര്യങ്ങൾ, കുറേ സ്വകാര്യതകൾ അതവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും സമയങ്ങളിൽ എനിക്ക് തോന്നുമ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. ഞാൻ എന്നാലും അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പൊ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കോളേജ് കാലഘട്ടം കഴിയുന്നു അല്ലെ, അതിനുശേഷം എപ്പോഴും മുതലായി ജേർണലിസം പഠിക്കണം, പ്രവർത്തനം പഠിക്കണം എന്നുള്ളൊരു? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ മുതൽ ഞാനിങ്ങനെ, കാരണം ഞാനൊരു 10ാം ക്ലാസ് മുതലൊക്കെ തന്നെ എഴുതുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 10th പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങൾ എഴുതിയിട്ട് അത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ശീലമുണ്ടായിരുന്നു. അതെഴുതി സ്കൂൾ വെക്കേഷൻ കാലത്ത് നമ്മൾ തന്നെ പോസ്റ്ററൊക്കെ വരച്ച്, നമ്മൾ തന്നെ റിഹേഴ്സലൊക്കെ നടത്തി, നമ്മൾ തന്നെ സംവിധാനം ചെയ്ത്, നമ്മളൊക്കെ അത് തന്നെ അഭിനയിച്ചുകൊണ്ട് ചില വെക്കേഷൻ നാടകങ്ങൾ നടത്തിയിരുന്ന കാലം ഉണ്ടായിരുന്നു. പൈസയൊക്കെ പിരിച്ചിട്ടൊക്കെ പോസ്റ്ററൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അത്യാവശ്യം വരയ്ക്കാൻ ഉള്ള താല്പര്യമുണ്ട്, വരയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഞാൻ അറിയുന്നത് അങ്ങനെയാണ്. എൻ്റെ കൈയക്ഷരം എഴുതുമ്പോൾ അതിനൊരു ചിത്രം വരച്ച് വെച്ചിട്ട് ഒക്കെയാണ് ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അതിന് കളർ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ ഒരു ക്രിയേറ്റീവ് പാർട്ടായിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, ജീവിതത്തിന് ആ രീതിയിൽ പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ എറണാകുളം വരുന്നുണ്ട്, PG കഴിഞ്ഞിട്ട് എറണാകുളം വരുന്നുണ്ട്. ആ സമയത്ത്
കലാപീഠം പോലൊരു പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളുണ്ട്. അവിടെ കലാകാരനുണ്ട്, ചിത്രം വരെ കാണുന്നുണ്ട്. നമ്മളുടെ ഒരു ഉള്ളിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് നമ്മൾ സ്വയം നോക്കുന്നുണ്ട്. എഴുത്തുണ്ടാവുന്നുണ്ട്. ഇങ്ങനെ കുറേ ഒരു വഴി പോകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പല ജോലികൾ ചെയ്തിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് കൂടിയാണത്. പല തരത്തിലുള്ള ജോലി. ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മളിപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതികളിൽ നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ടൂറിസം നമുക്കറിയുന്നുണ്ട്, സിനിമ അറിയുന്നുണ്ട്, ടെലിവിഷൻ അറിയുന്നുണ്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല മനുഷ്യരുമായിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള സഹവാസം ഉണ്ടാവുന്നുണ്ട്. അവർ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു 21 വയസ്സ് വരെയുള്ളൊരു പീരീഡിന് വേളയൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സിനിമയിലേക്ക് എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് പറഞ്ഞിട്ട് കുറച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ സൗഹൃദങ്ങൾ, സ്നേഹങ്ങൾ, ജീവിതങ്ങൾ, ഞാൻ പരിചയപ്പെട്ടുള്ള വ്യക്തികൾ, ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചില സൂചനകളൊക്കെ ഇട്ടിട്ട് പോയിരുന്നുണ്ട്. പക്ഷെ അതും പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പറയാം. കാരണം നാളെ മരിക്കുവാണെങ്കിൽ ഇന്ന് മുഴുവൻ ഈ ഇൻ്റർവ്യൂ കൊണ്ട് മുഴുവൻ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാൻ നോക്കും. പക്ഷെ ഞാൻ നാളെ മരിക്കില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? മരിക്കാൻ പറ്റില്ല, എന്റെ മരണം എപ്പോഴാണെന്ന് എനിക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇത്രയും നാളും എന്റെ മരണം ഞാനല്ലല്ലോ നിശ്ചയിച്ചിട്ട്, മറ്റുള്ളവർ നിശ്ചയിച്ചു. ഇനി എനിക്ക് എന്റെ മരണം ഞാൻ നിശ്ചയിച്ചോളാം എന്ന് പറഞ്ഞ സാധനങ്ങളല്ലേ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ വേറൊന്നുമില്ല. അതിന് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മനുഷ്യരെ ഞാൻ കാണുകയും ഒരുപാട് സങ്കടങ്ങൾ കേൾക്കുകയും ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാണുകയും അതിൻ്റെ ആർത്തി കാണുകയും അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ഇതൊന്നുമല്ല എന്നുള്ളത്. ചില ആൾക്കാരുണ്ട് കയ്യിലുണ്ടാകുന്ന ഒരു പൈസ പോലും പിന്നെ ഒരു നല്ല മിഠായി പോലും വാങ്ങിച്ച് കഴിക്കാതെ, പോട്ടെ 2 പെഗ്ഗെങ്കിലും വാങ്ങിച്ച്, ഇഷ്ടമുള്ള 2 ഡ്രിങ്കെങ്കിലും വാങ്ങിച്ച് കഴിക്കാതെ മാട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ചുരുക്കൂട്ടി ഒരു ദിവസം മരിച്ചു പോകുന്ന ആളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആർത്തിയില്ലാത്ത മനുഷ്യരെയും ഞാൻ കാണുന്നുണ്ടെന്നുള്ളതാണ്. ആർത്തിയുള്ള മനുഷ്യരെയും കാണുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളെയും കാണുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ നമ്മൾ ചുരുക്കൂട്ടി വെച്ചത് മുഴുവൻ വേറൊരാൾക്ക് ഉപകാരപ്രദമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. മറിച്ച് ആർക്കും കൊടുക്കില്ല, ഞാൻ പോലും കഴിക്കാതെ, നല്ലൊരു യാത്ര പോകാതെ, ആളുകളെ കാണാതെ, കിട്ടുന്നത് മുഴുവൻ എടുത്തു വെച്ചുകൊണ്ട് മരിച്ചു പോകുന്ന മനുഷ്യരെയും ഞാൻ കാണുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പണമായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പണം മാത്രം മതി എന്ന് പറയുന്ന ജനതയുടെ മുമ്പിലേക്ക് അതൊന്നും അല്ലാതെയും ജീവിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നാളെ മരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ വാചകം ആ അർത്ഥത്തിൽ കാണേണ്ടതാണെന്ന് മാത്രം. ഈ ഒഴിമുറി മധുബാലിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒഴിമുറിയെക്കുറിച്ച് സംസാരിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം ആ കഥയിലേക്കൊക്കെ എത്തുന്നത് തീർച്ചയായും അന്നത്തെ ഈ കഥകളൊക്കെ വായിച്ചിട്ടാണല്ലോ, ജയമോഹൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടാണല്ലോ അതിലേക്ക്. എങ്ങനെയാണ് അതിലേക്ക്? ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ജയമോഹൻ്റെ കഥ വായിച്ചിട്ട് എന്നുള്ളതിനകത്തേക്കൊക്കെ പിന്നെയാണ് വരുന്നത്. ശ്രീനേട്ടനുമായിട്ടൊരു സിനിമയെക്കുറിച്ച് പാസഞ്ചറിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ശ്രീനേട്ടനുമായിട്ട് സിനിമ ചെയ്യാൻ പറ്റുമോ, ശ്രീനേട്ടൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ശ്രീനേട്ടനെ വെച്ചിട്ടൊരു കഥയൊന്നും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എന്നു. അന്ന് ശ്രീനെ ഒന്ന് കാണണമെന്ന് ഇവർ പറയുന്നു. ഞാൻ ശ്രീനേട്ടനെ ആദ്യമൊന്നും വിളിക്കുന്നൊന്നുമില്ല. ഒരു 3-4 കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശ്രീനേട്ടനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പം ഞാൻ ശ്രീനേട്ടൻ നുണയാണ് പറയുന്നത്. ഞാൻ ശ്രീനേട്ടനെ കുറേ പ്രാവശ്യം വിളിച്ചു നോക്കി, കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ശ്രീനേട്ടൻ ഞങ്ങളും കാണുന്നു. ശ്രീനേട്ടൻ്റെ ഒരു കഥയല്ല, നമ്മളിരുന്ന് കുറേ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ നിന്നും ഒരു കഥയുണ്ടാവുന്നു. ആ കഥ നമ്മൾ ആലോചിച്ച് അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ പ്ലേ ലെവലിലേക്ക് എഴുതുന്നു. എഴുതി ഒരു ഘട്ടം കഴിഞ്ഞ് അതിൻ്റെ ഒരു വായനയുടെ ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് ഇതെന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ 2 പേരും ഒരേ സമയത്ത് ചോദിച്ചത്. ഇതിനകത്തെന്താ പ്രത്യേകത, ഇതിനകത്തെന്താ പുതുമ? അതും ഒരു അച്ഛനും മകനും പിന്നെ തമ്മിലുള്ള
കഥ തന്നെയായിരുന്നു. ഒരു യൂഷ്വൽ കഥ തന്നെ. അത് കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള ഒരു ലൈനിലേക്ക് തന്നെയാണല്ലോ ഈ കഥ പോകുന്നത്. അതിനകത്ത് ഒരു പ്രത്യേകതയും തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാളും പിരിയുന്നുണ്ട്. ആ സമയത്ത് ഷീനേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ അടുത്ത കാലത്തൊരു കഥ വായിച്ചു, ഭാഷാഭൂഷണിയിലുള്ളൊരു കഥയാണ് വന്നതായിരുന്നു. പിന്നെ തെക്കൻ തിരുവനന്തപുരത്തിന് അപ്പുറത്ത് പാറശാലയ്ക്കപ്പുറത്തുള്ള ഒരു കക്ഷിയാണ് അത് എഴുതിയിരിക്കുന്നത്. അവിടെയുള്ള ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞങ്ങളിന്ന് ആ വർത്തമാനം പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു അത് ജയമോഹൻ്റെ ഒരു എന്നിരിക്കലും എന്ന് പറയുന്ന ഒരു കഥയിലാണ്, അത് അയാളുടെ ലൈഫാണ് അത് ആണോ, അതൊന്ന് വായിച്ചു നോക്കി. ഞാൻ അത് വായിച്ചതാണെന്നോ. അപ്പോൾ അതിനകത്തൊരു സിനിമയുണ്ടെന്ന് ശ്രീനേട്ടനാണ് ആദ്യം എന്നോട് പറയുന്നത്. അപ്പം ഞാനത് രണ്ടാമത് വായിക്കുന്നു, മൂന്നാമത് വായിക്കുന്നു. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്തു, ഞാൻ ജയമോഹൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ജയമോഹനെ വിളിച്ചു വരുത്തുന്നു. ജയമോഹൻ ആ കഥ ഞാൻ ജയമോഹനോട് സംസാരിക്കുന്നു. എന്നിട്ട് ശ്രീനേട്ടനോട് ഈ കഥ പറയുന്നു. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഉറപ്പായി അത് മിക്കവാറും നടക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. വിട്ടു. പക്ഷെ ഞാൻ ആ ജയമോഹനോട് പറഞ്ഞു, എന്തായാലും സ്ക്രിപ്റ്റ് ചെയ്യേ, നമുക്കൊന്ന് ആലോചിക്കണം എന്നു. പുള്ളി എഴുതി തന്ന സ്ക്രിപ്റ്റ് ഞാൻ ശ്രീനേട്ടന് വായിക്കാൻ കൊടുക്കുന്നുണ്ട്. ശ്രീനേട്ടൻ അത് വായിച്ചിട്ടുണ്ടാവാം എന്നുള്ളൂ. ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ശ്രീനേട്ടനത് ഒരു 2 മാസം 3 മാസം കൊണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഒന്നും പറയാതെ. അപ്പം നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് കക്ഷികളുണ്ടായിരുന്നല്ലോ, അവരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും സംഭവം ഒന്നും പറഞ്ഞിട്ടില്ല എന്നപ്പോൾ നമ്മളത് വിട്ടു. ഞാൻ ആ സ്ക്രിപ്റ്റിനെ വീണ്ടും പരിപൂർണമായിട്ട് പൊളിക്കുന്നു. അതൊരു ഹോംവർക്ക് ആയിരുന്നു എൻ്റെ. കാരണം അത് ശരിക്കും ജയമോഹൻ അത് എഴുതിയത് പ്യോർലി ലിറ്റററി പീസായിരുന്നു. അത് ഭയങ്കരമായ ലിറ്ററേച്ചറായിരുന്നു ജയമോഹൻ എഴുതിയത്. അത് സ്ക്രീൻ പ്ലേ എന്നതിന് പറഞ്ഞുകൂടാ, അതൊരു ലിറ്ററേച്ചറായിരുന്നു. സാധ്യമായിട്ട് സാഹിത്യം ഉള്ള ഒരു നരേഷനൊക്കെ ആയിരുന്നു എൻ്റെ അത്. എൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഉണ്ടായത്. അതിന് മൊത്തത്തിൽ പൊളിച്ച് വേറൊരു വഴിയിലേക്ക് ഇരുന്ന് പിന്നെ ജയമോഹനുമായിട്ടുള്ളൊരു ഇരിപ്പിനിരുന്നിട്ടാണ് നമ്മളത് ഇന്ന് സിനിമയായിട്ട് കാണുന്ന ഒഴിമുറിയാക്കി മാറ്റുന്നത്. ജയമോഹനുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദം ഉണ്ടല്ലോ. അത് ഈ അടുത്ത കാലത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. മലയാളികളെ കുറിച്ചുള്ള കുറേ കാഴ്ചപ്പാടുകൾ, മഞ്ഞുമ്മൽ ബോയ്സിന്റെ പശ്ചാത്തലത്തിൽ കുറേ പ്രസ്താവനകൾ പറയുന്നു. മലയാളികളെ ആ തരത്തിലാണോ അദ്ദേഹം ശരിക്കും കാണുന്നത്? അല്ല, ഞാൻ അതിനകത്ത് ഒരു കാര്യം കാണുന്നത്, ഒരു വ്യക്തിക്ക് അയാൾ പറഞ്ഞത് കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പറയുന്നത് കുറെ കൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നുവെങ്കിൽ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പുള്ളിയുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഞാനത് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടേതായ ഒപ്പീനിയൻസാണ്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് പുള്ളിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ പുള്ളി അത് പറഞ്ഞ രീതികൾ ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാനതൊക്കെ സംസാരിച്ചിട്ടുണ്ട് പുള്ളിയോട്. നമ്മളൊരു എന്തുകൊണ്ട് ചില ഈ ഭാഷ ഉപയോഗിക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തതല്ലോ. അയാൾക്ക് ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം അത് പുള്ളിയെ അറിയാത്തത് കൊണ്ടുള്ള സാധനങ്ങളാണ്. പുള്ളി മലയാളം എഴുതി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ അതിനകത്ത് നമുക്ക് റീറൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഈ വാചകഘടന, വാക്കുകൾ, ഇതൊക്കെ പലപ്പോഴും ഈ പ്രശ്നങ്ങളുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതൊരു ഭാഷാ പ്രശ്നത്തിലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു. അപ്പൊ അത് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സാധനങ്ങൾ, പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് പുള്ളിയുടേതായ അഭിപ്രായമല്ലേ? അതെ, അഭിപ്രായമാണ്. തീർച്ചയായും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അപ്പോൾ പോലും ആ പറയുന്ന ഒരു രീതി പറഞ്ഞ പോലെ ഇത്തിരി കടന്നു പോയില്ലേ എന്നൊരു തോന്നൽ. അത് പുള്ളിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കുന്നു. ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇയാൾ പറഞ്ഞ് ശരിയായില്ല എന്ന് പറയുന്ന സാധനങ്ങളല്ലല്ലോ ഞാൻ പറയേണ്ടത്. അത് അയാളുടെ അഭിപ്രായങ്ങൾ.
അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതിനകത്ത് ഉള്ള കാര്യങ്ങൾ ശരിയല്ലാത്തതുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായ യോജിപ്പുമുണ്ട്. ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അല്ല, ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഈ ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പരിസ്ഥിതി പൊളിറ്റിക്സ്, ശരിക്കും എൻവയോൺമെന്റൽ പൊളിറ്റിക്സ് എന്നൊരു എലമെന്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പുള്ളി മലയാളികൾ മാത്രമാണോ അല്ല, മലയാളി അത് പുള്ളി പറഞ്ഞത് ഇതെന്തുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് വെച്ചുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ടാണത് പുള്ളി പറയുന്നത്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ടെക്നിക്കലി ഇമോഷണലി ഒക്കെ ആളുകളെ വളരെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യുന്നൊരു സിനിമയാണത്. കാരണം അതിൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് വേറെ തരത്തിൽ ഭയങ്കരമായിട്ട് സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ള ഒരു ഇമോഷൻ അതിനകത്തുണ്ട്. അത് ആ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനങ്ങളല്ല പുള്ളി ഇതിനകത്ത് കണ്ടത്. പുള്ളി കണ്ടത് അതിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ നെഗറ്റിവിറ്റിയാണ് മൊത്തത്തിൽ പറഞ്ഞതെന്നുള്ളതാണ്. അത് പുള്ളിയുടെ അഭിപ്രായങ്ങൾ. അതുകൊണ്ട് സിനിമ വെച്ചുകൊണ്ട് പുള്ളി അത്, പക്ഷെ ആ സിനിമയെക്കുറിച്ച് മാത്രമായിട്ടാണ് പുള്ളി പറഞ്ഞെന്തെങ്കിലും അത് പുള്ളിയുടെ കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ടുള്ള സാധനം പറയുന്നത്. ഇതല്ല ചെയ്തിരിക്കുന്നത്. ഇത് പുള്ളി മൊത്തത്തിൽ മലയാളികളെ മുഴുവനായിട്ട് പറഞ്ഞു എന്നല്ല. അത് പുള്ളി കണ്ടതും കേട്ടതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ടാണ് പുള്ളി പറയുന്നത്. അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന സാധനങ്ങൾ ഞാൻ എടുക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം, മധുപാൽ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അതൊരു ചെറിയ കാലം മുതൽ, അച്ഛന് തിയേറ്ററുണ്ട്, അപ്പോൾ ചെറിയ കാലം മുതൽ സിനിമ കാണുന്നുണ്ട്. ഞാനൊക്കെ തിയേറ്ററിൽ പോയിട്ട് തിരിഞ്ഞിരുന്നിട്ട് ഈ വെളിച്ചം വരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി എങ്കിൽ പോലും നമുക്കും ആ ഒരു ചെറിയ അനുഭവം തിയേറ്റർ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിൻ്റെ ബാക്ക് സൈഡിലിരുന്ന് ഈ സിനിമ കാണുക, അതൊരു വലിയ തിയേറ്റർ ഓണറിൻ്റെ മകൻ അങ്ങനെ പോയിരുന്ന് കാണുക, അതൊരു വലിയൊരു അനുഭവം തന്നെയാണല്ലോ ആ കാലഘട്ടത്തിൽ. അതിനൊപ്പം വളർന്നു വരുന്നു. ഏത് മൊമെന്റിലാണ് സിനിമ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക, സിനിമയാണ് എൻ്റെ മേഖല എന്നൊക്കെ സ്വയം തിരിച്ചറിഞ്ഞൊരു സമയം? വളരെ രസകരമായിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും, ചെയ്യണം എന്ന് തുടങ്ങുന്നത് ഇപ്പോഴൊന്നുമില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ സിനിമയുണ്ട്. അപ്പൊ കുട്ടിക്കാലം മുതൽ എനിക്ക് സിനിമയുണ്ട്. സിനിമ തന്നെയാണ് എൻ്റെ മീഡിയം എന്നെനിക്ക് തോന്നിയിട്ടുമുണ്ട്. കാരണം നമുക്ക് കഥ പറയുന്നത് പോലെ എൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരൻ ഉണ്ടാകുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടാണ്. സിനിമയാണ് നമുക്ക് കഥ പറയുന്നതിൻ്റെ ഒരു ലോകം നമുക്ക് തരുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും എന്നെ എനിക്ക് കഥ പറയുന്നതിൻ്റെ ഒരു വഴി കണ്ടെത്തി തന്നിട്ടുണ്ട്. കാരണം അവർ രണ്ടുപേരും ധാരാളം വായിക്കുന്നതാണ്. എപ്പിക്കുകൾ മുഴുവൻ അവർ വായിക്കുകയും നമുക്ക് അതിലെ കഥകൾ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഥകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ സിനിമ കാണാൻ തുടങ്ങുന്നു. സിനിമ ഒരു കഥ പറച്ചിലിൻ്റെ വഴിയാണ്. സിനിമ കഥ പറച്ചിലിനൊപ്പം തന്നെ നമ്മൾ നാടകം ചെയ്യുകയും എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം സിനിമയിൽ നിന്നാണ് നാടകത്തിൻ്റെ ഒരു ലൈനിലേക്ക് നമ്മൾ എഴുത്തിലേക്ക് പോകുന്നത്. കാരണം സിനിമയിലുള്ളതും ഉള്ള സംഭാഷണങ്ങൾ തന്നെയാണ് നമ്മൾ നാടകം പോലെയാക്കി മാറ്റുന്നത്. അപ്പം അന്ന് നമുക്ക് ഒരു കഥയുണ്ടാവുന്നു, ആ കഥ എന്തായിരിക്കും സംഭവിക്കുക, എങ്ങനെയാണ് പറയുക എന്നുള്ളത് ചേർത്തുണ്ട്. അപ്പം അതിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബേസായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമ തന്നെയായിരുന്നു. നാടകം കാണില്ല. പിന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം, ഞാനിതൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആണ് ഞാൻ ഈ പറഞ്ഞ സിനിമയാണ്. അതും കഴിഞ്ഞിട്ട് ഒരു പ്രീ ഡിഗ്രി കാലമൊക്കെ ആയപ്പോഴാണ് നമ്മൾ നാടകത്തിൽ നമ്മൾ അഭിനയിച്ചു കൊടുക്കുന്നത്. കാരണം അതുവരെയുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ ഉണ്ടാക്കുന്ന നാടകങ്ങളാണ്. കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ സ്വഭാവത്തോടു കൂടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ, വലിയ ആളുകൾ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രീ ഡിഗ്രി കാലം പോലെയാണ്. അപ്പോൾ അത് ഞാൻ കാണുന്നത്. അതുവരെ ഉണ്ടാകുന്നത് കുട്ടികൾ ഉണ്ടാക്കുന്ന നാടകം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനം സിനിമ കാഴ്ചയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് മുതലേ അൾട്ടിമേറ്റായിട്ട് ചിലപ്പോൾ ഏതെല്ലാം വഴികളിലൂടെ പോയാലും ഞാൻ ചിലപ്പോൾ അവിടെ എത്തും എന്ന് പറയുന്ന ഒരു വിശ്വാസവും ഒരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് മോമെൻറ്റിലാണ് ഞാൻ സിനിമയാണ് എൻ്റെ വഴി എന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ മോമെന്റുകളുണ്ട്. ആ മോമെന്റുകൾ അവിടെ ഇരിക്കട്ടെ, അതിലൂടെയാണല്ലോ നമ്മളിവിടെ എത്തുന്നത്. ആദ്യ സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് എൻ്റെ ആദ്യ സിനിമ എന്ന് പറഞ്ഞ് തുടങ്ങാനൊരു, നമുക്ക് സ്വാഭാവിക സിനിമ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കഥകൾ മനസ്സിൽ വരുമല്ലോ. ഞാൻ ചെയ്തു വന്ന സിനിമയല്ല ഞാൻ ആദ്യ സിനിമയായിട്ട് ആലോചിച്ചിരുന്നത്. അതിനു മുമ്പും നമ്മൾ പല
കഥകളും ആലോചിക്കുകയും സിനിമ ചെയ്യാനായിട്ട് വരികയും നടക്കാതെ പോവുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ആ സമയത്ത് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ശേഷം വീണ്ടും ഞാൻ അഭിനയം തുടങ്ങി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ഒരു സിനിമയാകാം എന്ന് പറയുന്ന ഒരു അവസരം വന്നത്. ഞാൻ ആലോചിച്ച ഒരു വിഷയം അത് സിനിമ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിന് വലിയ തോതിലുള്ള സ്റ്റാർഡമുള്ള ആക്ടേഴ്സുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് സ്ക്രീൻ പ്ലേ തീർത്ത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും വായിച്ചപ്പോഴാണ് ഇത് ചെയ്യണ്ട, ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത്. പക്ഷേ സന്ദർഭവശാൽ ആ കഥയുടെ വേറൊരു വേർഷനായിരുന്നു തലപ്പാവ്. അങ്ങനെയും കൂടെ ഉണ്ട്. തലപ്പാവ് വലിയൊരു ചർച്ചയോ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അതുവരെ കാണാത്തൊരു ഒരു കഥ പറഞ്ഞ് നറേഷനും ഒക്കെ വന്ന ഒരു സിനിമയാണല്ലോ തലപ്പാവ്. ഇപ്പോഴും ആളുകളെ ആ രീതിയിലാണ് കാണുന്നത്, ഒരു കൊമേഴ്ഷ്യൽ സിനിമയല്ല. അത്യാവശ്യം അതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അത് എല്ലാ കാലത്തും കൊമേഴ്ഷ്യൽ സിനിമകളോട് എനിക്ക് കൊമേഴ്ഷ്യൽ സിനിമകളും ആർട്ട് സിനിമകളോട് സെപ്പറേഷൻ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ചെയ്യാൻ ഞാൻ കണ്ടു വളർന്നിട്ടുള്ള സിനിമകളെല്ലാം ഈ ഹ്യൂമർ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് കോമഡിയുള്ള ഫൈറ്റുള്ള പ്രണയമുള്ള പാട്ടുള്ള സിനിമകൾ തന്നെയാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമകളാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. അതിനകത്ത് എന്തെങ്കിലും ഒരു പുതിയ രീതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പം നമ്മൾ സ്ഥിരം പറഞ്ഞു പോകുന്നൊരു കഥ പറച്ചിലിൻ്റെ രീതി ആവരുത് എന്നൊക്കെ ഉള്ളത് ആ സമയത്ത് ആലോചിച്ച് വന്ന ഒരു അവസ്ഥയാണ്. കാരണം നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നൊരു കഥ, എന്നാൽ ആ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാകണ്ടേ, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാകത്തിൻ്റെ നരേഷൻ ഉണ്ടാവണമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയതും ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതും. കോളേജ് കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് ഓർമ്മകൾ കൊണ്ടുപോവാണ്. ഈ SFI കാലഘട്ടമൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ സ്കൂളുകളുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയില്ല, ഭയങ്കര ഡയറക്റ്റായിട്ട് ഈ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരല്ല. പാലക്കാടൻ ഒരു അന്തരീക്ഷത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഈ വയലുകളിൽ ജോലി ചെയ്യുന്ന കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ, കർഷക തൊഴിലാളികൾ യൂണിയൻ, അങ്ങനത്തേക്കുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അവരൊക്കെ നമ്മൾ കണ്ടുപോകുന്നുണ്ട്. അപ്പം അത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്സ് നമുക്കുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ അവരെങ്ങനെയാണ് സാധാരണ മനുഷ്യരോട് ഇടപഴകുന്നത്, അവരുടെ ജീവിതത്തിൽ എത്ര മാത്രം ഗുണകരമായി. അപ്പോൾ ഇത് നമ്മളുടെ ഉള്ളിൽ അറിയാതെ പറയുന്ന ജാതി, മതം, വർഗം എന്നൊക്കെ പറയുന്നത് പോലെ അതൊന്നേക്കാൾ ഉപരി മനുഷ്യനാണ് അൾട്ടിമേറ്റ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. കാരണം ഈ മണ്ണിൽ ഉറച്ചു നിന്ന് നടുവളയ്ക്കാതെ, വിനീത വിധേയനാകാതെ, ചെരുപ്പ് നിൽക്കാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ആ പാഠം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യത്തെ കണ്ടിട്ടുള്ളതും അത് തന്നെയാണ്. ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ നമുക്കത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് ഇടപഴകുന്ന വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സമയങ്ങളിൽ SFIയേക്കാൾ കൂടുതൽ ഞാൻ CPMLൻ്റെ ജനകീയ സാംസ്കാരിക വേദിയുടെ ആൾക്കാരുമായിട്ടാണ് ഞാൻ പിന്നീട് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ അതും നമ്മൾ വേറൊരു തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. ആ കോളേജ് കാലഘട്ടത്തിലാണല്ലോ കുറച്ച് പ്രണയലേഖനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലേ? കുറച്ച് പ്രണയലേഖനങ്ങളൊക്കെ കുറേ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ധാരാളം എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? കയ്യിൽ കുറെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള കത്തുകൾ തന്നെ കുറേ കത്തുകൾ കയ്യിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതല്ലാതെ എൻ്റെ ഭാര്യയെ കാണുന്നതിന് മുമ്പും ഞാൻ കത്തെഴുതിയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ പ്രണയമൊന്നും സാക്ഷാത്കരിക്കപ്പെടുകയൊന്നുമില്ല. ചിലതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രമായിട്ട് നമ്മളുടെ ഒരു ആഗ്രഹം മാത്രമായിട്ടൊക്കെയുള്ള ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. പണ്ടത്തെ ഒരു പ്രണയത്തിനകത്ത് ഞാൻ പലപ്പോഴും നമുക്ക് പഴയ കാലത്തുള്ള ആളുകളുടെ വെച്ച് കഴിഞ്ഞാൽ
ദൂരെ നിന്നൊന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന അർത്ഥത്തിൽ മാത്രം പ്രണയം പോകുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമാണ്, നമ്മളത് പറയുക പോലും ചെയ്യാതെ ചിലപ്പോൾ ഒന്നുകിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ കൂട്ടുകാരിയോടോ മാത്രം പറഞ്ഞിട്ട് നമ്മളത് അതിൽ നിന്നൊരു മറുപടി കിട്ടാതെ പോലും നിന്നിട്ടുള്ള കാലങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ അങ്ങനെയും ചില കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം പക്ഷേ അവിടെയൊക്കെയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ എനിക്കൊരാൾ കൃത്യമായിട്ട് രേഖയുമായിട്ടൊരു അടുപ്പം തുടങ്ങുമ്പോൾ, കത്തെഴുതി തുടങ്ങുമ്പോൾ ഞങ്ങളൊരിക്കലും പ്രണയമാകുമെന്ന് പറഞ്ഞിട്ടൊന്നും തുടങ്ങിയ ആൾക്കാരൊന്നുമില്ലായിരുന്നു. രണ്ട് സുഹൃത്തുക്കൾ വളരെ കൃത്യമായിട്ട് ഇഷ്ടമാകുകയും അത് ജീവിതത്തിൽ ഈ വഴികളാണ് ശരിയെന്ന് തോന്നിക്കുകയും ആ വഴിയിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയും ചെയ്തിട്ടുള്ള സ്വാഭാവികമായ മാറ്റത്തിലൂടെ വന്ന പ്രണയം. എങ്കിലും അതിലും ഭയങ്കര രസകരമായിട്ട് കത്തുകളൊക്കെ പരസ്പരം കൈമാറുന്ന സാഹചര്യമൊക്കെ ഇഷ്ടംപോലുണ്ട്. പക്ഷെ ആ കത്ത് ഞാൻ പലപ്പോഴും ആ കത്തുകളെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ തോന്നുന്നത് ആ കത്ത് ഒന്നുകൂടെ വീണ്ടും ഒന്ന് വായിക്കണം തോന്നുന്നുണ്ട്. കാരണം വേറൊന്നുണ്ടല്ലോ. വായിച്ചിട്ടുണ്ടോ പിന്നീടൊക്കെ എടുത്തത് ഞാൻ അതിനകത്തുള്ള രണ്ട് കത്തുകൾ ഞാൻ ചോദിക്കാൻ കാരണം പലപ്പോഴും പല പ്രണയങ്ങളും സംഭവിച്ചു കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് പിന്നെ ഇതാരും ഓർമ്മിക്കാൻ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെയാണല്ലോ. ഞാൻ ആ രണ്ട് കത്തുകള് അതിനകത്ത് രണ്ട് കത്തുകൾ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഉണ്ട്. ഞങ്ങള് എഴുതിയിട്ടുള്ള ഒരു രണ്ട് കത്തുകൾ പ്രണയപുസ്തകം എന്ന് പറഞ്ഞൊരു ഷെൽവി ഇറക്കിയിട്ടുള്ള ഒരു ബുക്കിനകത്തത് VR സുധീഷ് എഡിറ്റ് ചെയ്തൊരു ബുക്കിനകത്തത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ അതിന് ആ സമയത്ത് ഞാനിങ്ങനെ എടുത്ത് നോക്കി വായിച്ച് നോക്കിയിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ അടുത്ത കാലത്തും ഞാനത് എടുത്ത് വെറുതെ ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യം ഞാനതാ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഏരിയകൾ ആ സമയത്ത് ഡയറി എഴുതുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ കത്തുകൾ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് വെറുതെ ഒരു കത്ത് മാത്രമല്ല, അതിനകത്ത് കാലത്തെ ജീവിതമുണ്ട്, ആ കാലത്തെ സംഭവങ്ങളുണ്ട്, ആ കാലത്തിന്റെ ചരിത്രം കൂടിയുണ്ട്. ഈ രീതിയിലൊക്കെയാണോ അപ്പോഴും ഈ കത്തിനകത്തൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്? അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. പ്രിയതമ ഇതൊക്കെ വായിക്കാനുള്ള മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അവളും എനിക്ക് അങ്ങനത്തെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാരണം ഞാൻ ഒന്നാമത് മലയാളത്തിലാണോ കത്തുകളൊക്കെ ഉണ്ടായിരുന്നത്? മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്താണ് രേഖയുടെ കത്തുകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തിന്റെ ജീവിതമുണ്ട് അതിനകത്ത്. അതാണ് അതിനകത്തുള്ളത്. പുസ്തകത്തിനൊരു ഹോപ്പുണ്ട്. ഇനിയും സാധ്യതയുള്ളതാണ്. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതൊരു നല്ല ബുക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടത്. ഇപ്പൊ പ്രണയലേഖനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എഴുത്തിന്റെ ഭാഷയിൽ ആരും പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ വാട്സപ്പിലാണ്. അടുത്ത ദിവസത്തിൽ വേണമെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആകാനും പിന്നെ എല്ലാം ആകെ കൂടെ ഇമോജികളിലൂടെ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നെടുനീളൻ ലേഖനമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 5 പേജുള്ള ഒരു പ്രണയലേഖനമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എത്ര പേജൊക്കെ എഴുതിയിട്ടുണ്ട് ആ കാലത്ത്? നമ്മള് 3-4 പേജുകളിലുള്ള ഫുൾസ്കാപ്പ് 3-4 പേജുകളിലൊക്കെ എഴുതിയിട്ടുള്ള സാധനം നേരിട്ടാണോ കൊണ്ടു കൊടുക്കുക? അല്ല, പോസ്റ്റലാണ്. അതല്ല, പോസ്റ്റലാണ്. കാരണം ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എൻ്റെ അഡ്രസ്സിനകത്ത് പുസ്തകങ്ങളായാലും ഈ ചിലപ്പോൾ കത്തുകളായാലും ഒക്കെ വരുന്ന ഇതുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അതൊരു ഞാൻ പറയുന്നത് ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ. അത് വേറൊരാൾ എഴുതി പോസ്റ്റ് ചെയ്ത് അവിടുന്ന് ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടുന്ന് പോസ്റ്റ് സീൽ ചെയ്ത് മറ്റൊരു പോസ്റ്റ് ഓഫീസിലെത്തി ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതിൻ്റെ പോസ്റ്റ്മാൻ അത് അഡ്രസ്സുകൾ നോക്കി ഇവിടെ കൊണ്ടുവന്നിരുമ്പോൾ എത്ര പേര് ഈ പേരിങ്ങനെ വായിച്ചു പോകുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം അത് ഒരു രസമുള്ളൊരു കാര്യമാണ്. ഒരു കൗതുകത്തിന് പുറത്തേക്ക് ആ കാലങ്ങളിൽ നേരിട്ട് കാണാറൊന്നുമില്ല, ഈ കത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് കത്തെഴുതി ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. അയാള് വർക്ക് ചെയ്ത സ്ഥലത്ത് ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയി നോക്കുമ്പോൾ അതൊരു പൂവാറ് പോലെയൊക്കെ ഉള്ള റിമോട്ട് ഏരിയകൾ, കോസ്റ്റൽ ഏരിയകളിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലെ ഏതെങ്കിലും കുറച്ച് ഇതായിട്ടുള്ളൊരു വീടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിനകത്തുള്ളൊരു ഒരു പോർഷനായിരിക്കും ഇവരുടെ ഒരു ഓഫീസൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആകെ ഒരാൾ മാത്രം, ചിലപ്പോൾ 2 പേര് മാത്രം ആ പ്രദേശത്തുള്ള ഒരു കക്ഷി തന്നെയായിരിക്കും ചിലപ്പോൾ അവിടെ തന്നെ ഉള്ള ഒരാളുടെ വീടൊക്കെ ആയിരിക്കും, അവിടെ ആയിരിക്കും ഈ ഓഫീസ് ഉണ്ടാകുന്നത്.
സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ചില പ്രോജക്റ്റ് ഓഫീസർ ആണ്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ കുറച്ച് സഹകരണ സംഘങ്ങളും ഗ്രാമത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അവർ ഫീൽഡ് വിസിറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവരെ കാണുന്ന പോലും ഇല്ല. മണിക്കൂർ കണക്കിന്, കാരണം ഇന്നത്തെ പോലത്തെ ഈ ടെലിഫോൺ സൗകര്യങ്ങളില്ല. രണ്ടാമത്തെ കാര്യങ്ങളിൽ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേറെ എന്തെങ്കിലും തിരക്കുകളുണ്ടാവും. അയാളുടെ ഫീൽഡിൽ പോയിട്ട് ചിലപ്പോൾ ഞാൻ മണിക്കൂറുകളോളം ഈ പറഞ്ഞ സ്ഥലത്ത് ഇത്തരം ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കസേരയിലിട്ട് ഇരുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ കണ്ടുണ്ടാവും, അയാൾ അവിടെ ഇരുന്നോളാം, അപ്പോൾ ഇവിടെ ഇരിക്കും, ഇവിടെ സാറ് വരും എന്ന് പറയും. എന്നിട്ട് വൈകുന്നേരമൊക്കെ ആയിട്ട് ഞാൻ രാവിലെ ഒരു 11 മണിക്കൊക്കെ അവിടെ എത്തിയിട്ട് വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ കണ്ടുപോന്നിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ചായ കുടിച്ചു, കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു, അവളുടെ സ്ഥലത്തേക്കും പോയി. ഇങ്ങനെയായിരുന്നു. ഇത്രയേ ഉള്ളൂ കഥ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സിനിമാ മേഖലയിലുള്ള ഒരാളോട് കൂടിയാണ്. സിനിമാ മേഖലയിലുള്ള ആളുകളുടെ പുതിയ കാലഘട്ടത്തിലെ ദാമ്പത്യ ജീവിതങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. നിരന്തരം ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ, ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ സമയത്താണ് ഇത്രയും വർഷത്തെ ഒരു പ്രണയം നിലനിർത്തിക്കൊണ്ട് പോവുക. ഇന്ന് പ്രണയിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് വൈവാഹിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൽ വലിയ പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആ കാലഘട്ടത്തിലാണ് മധുബാല ഈ പഴയ ഇത്രയും സ്ട്രെങ്തോടുകൂടി ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നും. 2024 ഏപ്രിൽ 12 ആവുമ്പോൾ ഞങ്ങൾ 40 വർഷമാവും കണ്ടുമുട്ടിയിട്ട്. മധുബാല എന്ന വ്യക്തി ഒരു പഴഞ്ച മനുഷ്യനാണോ അതോ പുതിയ കാലത്തിനൊപ്പം ഒക്കെ പോകാൻ പറ്റുന്ന ഒരാളാണോ? എങ്ങനെ സ്വയം വിലയിരുത്തും? ഞാൻ ഏറ്റവും പുതിയ ആൾക്കാരോട് കൂടിയും പുതിയ ചെറുപ്പക്കാരോട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും. ചോദിക്കാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ATM കാർഡ് ഉപയോഗിക്കാൻ അറിയില്ല എന്നിങ്ങനെ ഒരു അഭിമുഖത്തിൽ ഞാൻ കണ്ടു. അതിലിപ്പോ മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ എന്താ മാറ്റം വന്നത്? നമ്മുടെ എല്ലാ ഡീലിങ്സും ഈ ഡിജിറ്റൽ വേൾഡിലാണ് നിൽക്കുന്നത്. അതെ അതെ, മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ നമുക്ക് മാറ്റങ്ങളില്ലാതെ പറ്റില്ല. മാറ്റങ്ങൾ നമ്മൾ ഇപ്പം ഈ ഒരു പണ്ട് ഓഫീസുകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തെ സമരം ചെയ്ത ഒരു കാലമുണ്ട്. ആ കാലത്തും നമ്മൾ സമരം ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമരത്തിന്റെ കാലം മാറിയില്ലേ? ഇപ്പോഴും പലരും എടുത്തു പറയും, അത് ട്രോളായിട്ടൊക്കെ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് മടിയില്ലാതെ പറയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ആ കാലത്ത് നിന്നും അന്നുണ്ടായിരുന്ന എന്തായിരുന്നു, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ തൊഴിലില്ലാതാകും. കംപ്ലീറ്റ് മനുഷ്യൻ ഈ കമ്പ്യൂട്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും, ജോലി ഇല്ലാതെ പോകും എന്ന് പറയുന്ന ഭയമാണ്. നമ്മൾ ഇപ്പോഴും എല്ലാ മനുഷ്യനും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളോടുള്ള ഭയമാണ് അത് നിൽക്കുന്നത്. ആ ഭയമാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ആള് തികയാതെ വരുന്ന അവസ്ഥകളാണുള്ളത് ലോകത്ത് മുഴുവനായിട്ട്. പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനുഷ്യനോട് ഇപ്പം ഈ കഴിഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ ചെയ്താൽ പോലും ഈ ചാറ്റ് ബോട്ടിൻ്റെ കാലത്ത് നിന്നാൽ പോലും ഈ നമുക്ക് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയൊന്നും ഒരിക്കലും ഒരു യന്ത്രത്തിന് ചിന്തിക്കാനാവില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എഴുത്തിലേക്ക് വരുവാണെങ്കിൽ സ്ത്രീ ജീവിതങ്ങളാണല്ലോ എപ്പോഴും കൂടുതൽ. ഞാൻ കുറേ വായിച്ചിട്ടുള്ള കഥകളിലൊക്കെ സ്ത്രീ ജീവിതങ്ങൾ കൂടുതൽ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ കുറേ അധികം അത്തരം കഥകൾ പറഞ്ഞു തരാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ മറക്കാനാവാത്ത ഏതെങ്കിലും സ്ത്രീകളെ ഓർമ്മയുണ്ടോ ഇങ്ങനെ കഥ പറഞ്ഞു തന്ന സ്ത്രീകളിൽ? ഞാൻ പറഞ്ഞു തന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഒത്തിരി സ്ത്രീകൾ എനിക്കറിയാവുന്ന കഥകൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ സ്ത്രീകളെയും കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന എല്ലാ വ്യക്തികളും ഒരർത്ഥത്തിൽ നമ്മളോട് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നു എന്നുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ആ കേട്ടത് തന്നെയാണ് എന്നെ അത് എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു തന്നുകൊണ്ട് മരിച്ചുപോയ എങ്ങനെ നമ്മളല്ലേ, എനിക്ക് ഞാൻ ശബ്ദത്തിലൂടെ മരണമൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതെങ്ങനെ? ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞാൻ പിറ്റേ ദിവസമാണ് അറിയുന്നത്. ഇതുപോലെ കഥ പറഞ്ഞ സ്ത്രീ അത് അവരെക്കുറിച്ചും എന്നോട് അവരെക്കുറിച്ച് ഞാൻ അവരെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വേറെ തമാശ. സൗഹൃദം സൗഹൃദത്തില്ല, അതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ്.
അപ്പം അയാൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെ ഞാൻ കേട്ടു, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണത്. അന്നും പിറ്റത്തെ ദിവസം വൈകുന്നേരമാണ് അവർ മരിച്ചു എന്നുള്ളത് അറിയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ സമയത്ത് ആണ് മരിച്ചത് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞാൻ അതും അറിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് വ്യക്തികൾ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ മറ്റൊരാളോട് പറയാൻ പറ്റാത്ത അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാൻ എഴുതിയതിന് പിന്നീട് എന്നോട് ദേഷ്യപ്പെട്ട് പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മിണ്ടാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരാളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടെ കാര്യങ്ങളും അവരെന്നോട് പറഞ്ഞിത്രയുള്ളൂ. ബാക്കി എല്ലാവരുടെ കാര്യവും ചിലപ്പം അതും നന്നായിട്ട് എഴുതുമായിരിക്കും, പക്ഷെ എൻ്റെ കാര്യം കുറച്ച് കുഴപ്പമായിട്ടല്ലേ അതും എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞു അതും ഒരു ജീവിതമല്ലേ, ഞാൻ നിന്നോട് ചോദിച്ചിട്ടാണല്ലോ, ഞാൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണല്ലോ ഞാൻ എഴുതിയിട്ടുള്ളതെന്നുള്ളൂ. അത് ഓരോ വ്യക്തികൾക്കും ചിലപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതോടുകൂടി പിന്നീട് എന്നോട് മിണ്ടാതെ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് എത്രയേറെ ആളുകൾ എത്രയേറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ ശരിക്കും കൃത്യമായിട്ടാണ് പലരുടെയും കഥകൾ കേൾക്കുകയും ഒരു സ്ത്രീയുടെ കാര്യം പറയാം. ഏതെങ്കിലും നമ്മളെ ഇങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്ത് ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ വിഷയം ഞാൻ അതാ പറഞ്ഞത്. ഒരാൾ അവരുടെ ജീവിതം എഴുതിയതിന് എന്നോട് തീർത്തും ഇനിമേലിൽ ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെന്നെ വിളിച്ചിട്ടില്ല. കാഴ്ച ആകെ കൂടെ ജീവിതത്തിൽ 2 പ്രാവശ്യമേ അവർ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരും കത്തുകൾ എഴുതിയിരുന്ന ഒരാളാണ് എനിക്ക്. ആ കത്തുകൾ ഇല്ലാതായിരുന്നു. പിന്നീട് അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കാതാവുന്നു. പിന്നീട് അവരൊരിക്കലും നമ്മളുടെ ജീവിതത്തിലേക്കോ നമ്മളുടെ കാഴ്ചയിലേക്കോ വന്നിട്ടില്ലാത്ത, ഒരു അക്ഷരം കൊണ്ടുപോലും വന്നിട്ടില്ലാത്ത ഒരാളായി മാറുന്നു. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മനുഷ്യരെന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിലോ അല്ല ഞാൻ ഒന്നും എഴുതിയിട്ടുള്ളത്. അത് ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. വേണമെങ്കിൽ കാരണം ചിലപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പം എറണാകുളത്ത് നിൽക്കുന്ന ഒരാളുടെ കഥ ഞാൻ നേരെ കൊണ്ടുപോയി ചിലപ്പോൾ അവരുടെ ജീവിതം നേരെ പ്ലേസ് ചെയ്യുന്നത് ചിലപ്പോൾ കാസർഗോഡൊക്കെ ആയിരിക്കും, ഡയലക്ട്സ് കാസർഗോഡായിരിക്കും. അവസ്ഥ മാത്രമാണ് ഞാൻ ഇവരിൽ നിന്നും എടുക്കുന്നത്. ബാക്കി മുഴുവൻ അറ്റ്മോസ്ഫിയർ പരിപൂർണമായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ എന്നോടത്തുനിന്നും മിണ്ടാതെ പോയ ആ ആളുടെ കഥയിൽ മാത്രമാണ് ഞാനത് സംഭവവും സ്ഥലവും പേരുമെല്ലാം അവരത് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് വെച്ചാൽ ആ പേരൊരു അധികം കേട്ടിട്ടില്ലാത്ത ഒരു പേരായിരുന്നു. ഞാൻ മലയാളികൾക്ക് തീർത്തും ഇല്ലാത്ത ഒരു പേരായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു നോവലിൽ ആ പേര് വായിച്ചിട്ടുള്ളൂ. അത് ഭൂട്ടാനിലെ ഒരു നോവലിലാണ് ഞാൻ ആ പേര് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പേര് കണ്ടപ്പോൾ അതിൻ്റെ ഒരു കൗതുകമുണ്ട്, അതുകൊണ്ടുകൂടിയായിരുന്നു. അപ്പോൾ ആ പേര് അവരുടെ അറ്റ്മോസ്ഫിയർ, കാരണം അവർ ചെയ്യുന്ന ജോലി എനിക്ക് ആവശ്യമായിരുന്നു. കാരണം അത്തരൊരു സ്ഥലത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്തല്ലേ ആ വിഷയത്തിന് കുറെ കൂടെ തീഷ്ണവും തീവ്രവുമായിട്ടത് പറയാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു. സിനിമയിലെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ സിൽക്ക് സ്മിതയെ എങ്ങനെയാണ് ഓർക്കുന്നത്? അയ്യോ, അവരൊരു 100% ജെനുവിനായിട്ടൊരു സ്ത്രീയാണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഭയങ്കര ആദരവോടെയും ബഹുമാനത്തോടുകൂടി മാത്രമേ എനിക്ക് അവരെ കാണാൻ പറ്റുള്ളതല്ല. അവരനുഭവിച്ച ജീവിതകഥ എന്ന് പറയുന്നതൊരു ഭയങ്കരമായിട്ടൊരു, എപ്പോഴെങ്കിലും ഒക്കെ സൗഹൃദത്തിന്റെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ എന്നോട് വ്യക്തിപരമായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലപ്പോഴും പല കാര്യങ്ങളും അവരുടെ ചില ഇന്റർവ്യൂസിലൊക്കെ വന്നു പോയിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ചൊരു ആ രീതിയിലൊന്നും എഴുതാതെ പോയത്. അവരവരുടെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ജീവിതം ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളതാണത്. ശരിക്കും നമ്മൾ കാണുന്ന ഇപ്പോൾ പറയില്ലേ, ഒരാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു സ്ത്രീയായിരുന്നു അവരെന്നുള്ളതാണ്.
കാരണം ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവരിങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയില്ല, സാധാരണ ഒരു കൊച്ചു കുട്ടിയെ പോലെ നമ്മളൊരു 10ാം ക്ലാസ് ഒക്കെ പഠിച്ചു വരുന്നൊരു കുട്ടി പിന്നെ ഒരുപാട് സ്വപ്നം കണ്ട് ഇങ്ങനെ വളർന്നു പോകുന്നൊരു ലൈൻ ഉണ്ടാവുമല്ലോ. അത് കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ഒക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുന്ന ഒരു സ്ത്രീയായിരുന്നു. അതെല്ലാം അവർ പറയുകയും ചെയ്തിട്ടുണ്ടാണ്. ഞാനതെപ്പോഴും എനിക്കൊരു വേറൊരു ഇത് തോന്നിയിട്ടുള്ളത് അവരുടെ കാരണം ശരീരം മുഴുവൻ മേക്കപ്പ് ചെയ്ത് വേറൊരു ശരിക്കും എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രൂപമായിട്ടാണ് അവർ ആഫ്റ്റർ മേക്കപ്പ് വരുന്നത് തന്നെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ജീവിതത്തിനകത്ത് നമ്മൾ അവരെ എന്നോട് സംസാരിച്ചു കൊടുക്കും. ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിനിമയിലെങ്കിലും ഒരു വധുവായിട്ട് വരണമെന്നുള്ളത്. അത് എൻ്റെ കൂടെയാണ് സാധിച്ചത്. ഞാനായിരുന്നു അവരുടെ കഴുത്തിൽ താലി കെട്ടിയത്. അങ്ങനെ സീൻ അവരുടെ ജീവിതത്തിൽ ആകെക്കൂടെ ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ. അത് എന്നോടൊപ്പമുള്ള ആ സിനിമയിലായിരുന്നു, പള്ളിവാതിൽക്കൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവർ കഴിഞ്ഞതിന് ശേഷം എന്നോട് ഭയങ്കര എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സീൻ ഉണ്ടാവുമോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് ഉണ്ടായില്ല എന്ന് വരും, പക്ഷെ സിനിമയിലെങ്കിലും എനിക്കങ്ങനെ ഒരു സീൻ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് അവർ എന്നോട് സംസാരിച്ചതൊക്കെ. അപ്പോൾ അവരൊരു മനസ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. കാരണം സാധാരണ മട്ടിലൊരു ജീവിതത്തിൽ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച് കുടുംബത്തെ നോക്കാൻ വേണ്ടി കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചിട്ടുള്ള തികച്ചും സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ശരീരവും ഉപയോഗിച്ചുകൊണ്ട് സിനിമയിൽ നൃത്തരംഗങ്ങളിൽ അഭിനയിച്ച് മെയിൻ സ്ട്രീം സിനിമകളുടെ ഭാഗമായിട്ട് മാറിയ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങിക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറിയപ്പോൾ പോലും അവരുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നൊരു അമ്മ എന്ന് പറഞ്ഞൊരു ഉണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. ഞാൻ അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഞാൻ ആ അമ്മയെ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അതായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. പക്ഷെ ആ എഴുതിയ കുറിപ്പ് ഒത്തിരി പേര് എന്നോട് തന്നെ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കുറിപ്പാണ് അതെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യരെ കണ്ടുപോകുന്നത് നിസ്സാരമല്ല. കുറേയൊക്കെ സിൽക്ക് പറയാതെ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ സുഹൃത്ത് എന്ന നിലയിൽ പുറം ലോകത്തോട് പറയാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ എഴുതണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് അപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവരവരുടെ സ്വകാര്യത എന്നോട് മാത്രമായിട്ട് പറഞ്ഞതാണ്. അവരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എന്നോട് വളരെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നോട് പറഞ്ഞത് നിങ്ങളോട് മാത്രമായിട്ടാണ് ഞാൻ സംസാരിച്ചത്, ഇത്രയും ഇതായിട്ട് എനിക്ക് സംസാരിക്കാൻ വേറെ ആളോട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ അവർ സാധാരണ ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല, അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അതാണ് നമ്മൾ കേട്ട കഥയും. അപ്പോൾ അവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പറയില്ല. ഒന്ന് അവർ എന്നോട് പറഞ്ഞത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ അവരോട് ചെയ്യുന്ന അനീതിയാണ്. ഇത്രയൊക്കെ അടുത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ആ മരണത്തിന് ശേഷവും പിന്നീട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ള ഒരു ഞാൻ അതിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യാൻ ഒരു മനുഷ്യൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന സാധനം, ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതമുണ്ട്, ഒരു മരണവുമുണ്ട്. നമ്മൾ ചികഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപരിചിതമായ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അറിയാനും കേൾക്കാനും പോകുന്നത്. എനിക്കാകെ കൂടെ അറിയാവുന്ന സിൽക്ക് സ്മിത എന്ന് പറയുന്നത് എൻ്റെ കൂടെ കുറച്ച് നാൾ അഭിനയിച്ച ഒരു സ്ത്രീയാണ്. അവരെന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ ജീവിതത്തിലുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ടുമില്ല. ആകെ ഒരു പ്രാവശ്യമാണ് ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം, സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. അത് 5-6 മാസം കഴിയുമ്പോൾ അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ
ആ വഴിയിലേക്കൊന്നും പറഞ്ഞ് ചിന്തിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് പോകണമെന്ന് എനിക്ക് തോന്നുകയോ ചെയ്യാതിരുന്നതാണ്. കാരണം അത് അവരുടെ ജീവിതമായിരുന്നു, അതവിടെ അവസാനിച്ചു. ധാരാളം വായിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, നിറയെ പുസ്തകങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വ്യക്തി എഴുത്തുകാരൻ എന്ന നിലയിൽ, പുസ്തകം അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിച്ചൊരു രചന? അങ്ങനെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അയാളാണ് എന്നെ സ്വാധീനിച്ചത്. ഈ മനുഷ്യൻ്റെ രചന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എഴുത്തുകാരനാവില്ലായിരുന്നു. മലയാള സാഹിത്യത്തിൽ എനിക്ക് ഏറ്റവും അങ്ങനെ തോന്നിയിട്ടുള്ള കുറേ ഈ എഴുത്തുകാരുണ്ടാകും. കാരണം ഓരോ ഘട്ടങ്ങളിലായിട്ട്, ഓരോ കാലങ്ങളിലായിട്ട് ഇവർ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അതിന് ഇന്നും റിലവൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് സജീവമായിട്ട് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്നെ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ വായിച്ചിട്ടുള്ള മുഴുവൻ കൃതികളും എന്നെ ഒരർത്ഥത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയും. ഏറ്റവും കൂടുതൽ താല്പര്യം സഞ്ചാര സാഹിത്യം വായിക്കാനാണോ അതോ? അല്ല, എനിക്ക് ചെറുകഥകൾ വായിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ചെറുകഥകൾ വായിക്കുന്നതിനകത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത്. കാരണം വേറൊന്നുണ്ട്, പുതിയ കാലത്തും പുതിയ രീതികളിലും എഴുതപ്പെടുന്ന ചെറുകഥകൾ വായിക്കുന്നത് തന്നെയാണ് എനിക്ക് താല്പര്യമുള്ളതല്ല. ഈ പുസ്തകങ്ങൾ സിനിമ ആകുന്ന പോലെ നോവലുകൾ സിനിമയാകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ നോവലുകൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോവലുകൾ സിനിമയാകേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നോവലുകൾ സിനിമയ്ക്ക് സാധ്യതകളുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. അപ്പോൾ ആ കഥകളും നോവലുകളും എഴുതപ്പെടുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് അത് സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിലേക്ക് റീറൈറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു 5-6 മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു പോകുന്നൊരു കഥ അത് ചിലപ്പോൾ 2 മണിക്കൂറിലേക്കാക്കി ചുരുക്കുമ്പോൾ ആ സിനിമയുടെ ആ നോവലിൻ്റെ അല്ലെങ്കിൽ കഥയുടെ സോൾ നഷ്ടപ്പെടുത്താതിരിക്കണം എന്നുള്ളതുണ്ട്. രണ്ടാമത്തത് അത് തന്നെ ആയിരിക്കില്ല, അതായത് ആ നോവൽ തന്നെ ആയിരിക്കില്ല സിനിമയായി മാറ്റപ്പെട്ട് കഴിയുമ്പോഴും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എഴുത്തുകാരൻ്റെ മനസ്സല്ല സംവിധായകൻ്റെ മനസ്സ്, ഇത് രണ്ടും കൂടി ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ഒരു പ്രോഡക്റ്റ് ഒരു ആർട്ട് ഫോം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് സിനിമ എപ്പോഴും അങ്ങനെ തന്നെ. സിനിമ ഒരിക്കലും ഒരാളുടെ സൃഷ്ടിയല്ല, കലക്റ്റീവായിട്ട് സൃഷ്ടിയാണ്. പക്ഷേ അത് ആ കലക്റ്റീവ്നെസ്സിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ സുപ്രീം അതോറിറ്റി ആണ് സംവിധായകൻ എന്നുള്ളതാണ്. ഈ പിന്നെ യാത്രകൾ നടത്താറുണ്ടല്ലോ, ഭൂട്ടാനോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടുള്ള ഒരു രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനോടും കൂടുതൽ പ്രകൃതിയോട് ഇടപഴകുന്ന ഒരു ജനത എന്ന് പറയുന്നത്, എനിക്ക് പ്രകൃതിയെ അത്രമേൽ സ്നേഹിക്കുന്ന, പ്രകൃതിയെ അത്രമേൽ സൂക്ഷിക്കുന്ന ഒരു ജനത വേറെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കണ്ടതിൽ ഭൂട്ടാൻ മാത്രമാണ് അങ്ങനൊരു തോന്നലുണ്ടാക്കിയിട്ടുള്ളത്. കാരണം കാടുകളായാലും നാടായാലും മനുഷ്യരായാലും എല്ലാം നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് ബോധ്യമുള്ള ആ പ്രകൃതി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയാണ്. ആ ജനതയോട് എനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നുള്ള. അപ്പം സന്തോഷം. കുറേ സമയം ഇനി ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം ഇരുന്നാലും ഇതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ കാര്യങ്ങൾ ചോദിക്കും, കുറേ കാര്യങ്ങൾ മറുപടിയും പറയും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് തിയേറ്ററുകാരടയ്ക്കുന്ന പൈസ കൊണ്ട് കേരളത്തിലെ 4000-ഓളം കലാകാരന്മാർക്ക് സഹായമായി മാറുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കൂടി ഞാൻ ഇപ്പോൾ പ്രതിഭാഗമാണ്. അപ്പോൾ അത് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം, അതിനകത്തൂടെ മനുഷ്യനെ സഹായിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ചേർത്ത് നടത്തുന്ന ഒരു വലിയ ഏരിയ ഉണ്ടല്ല. ആ ഏരിയയെക്കുറിച്ച് ഇപ്പം ഇത്രയും പറയുന്നു. അത് ഞാൻ പറഞ്ഞില്ല, സിനിമ കാണാൻ വേണ്ടിയുള്ള പ്രേരണ മാത്രമാണ്. കാരണം ഓരോ സിനിമകളും മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേംലു ആയാലും ഈ ബ്രഹ്മയോഗമായാലും ഇപ്പോൾ ഈ റീസെൻ്റ് വന്നിട്ടുള്ള പല ഓസ്ലറും അന്വേഷിപ്പിൻ കണ്ടെത്തും ഒക്കെ തിയേറ്ററിൽ ഓടുമ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കരമായി സന്തോഷിക്കുന്നുണ്ട്. കാരണം അത്രയും ആളുകൾ കാണുമ്പോൾ അതിൽ നിന്നുള്ളൊരു വരുമാനം ഈ കലാകാരന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്തിട്ട്. സമകാലിക മലയാളത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില കാഴ്ചകളുണ്ടാകുമ്പോൾ നമുക്ക് പരിചിതരായ ആളുകളോട് സംസാരിക്കുന്നു എന്ന് മാത്രം കരുതുക. ഇത് നിങ്ങളോടും എന്നോടുമുള്ള ഒരു, ഞാൻ എന്നെ തന്നെ ചിലപ്പോൾ തിരിച്ചറിയുകയും കൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇത് കാണാം. ചിലപ്പോൾ ഇതിൽ കുറേയൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കേട്ടറിവുകളാകാം.
എങ്കിൽ പോലും അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന ജീവിതത്തോട് 100% സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുമാത്രമാണ് നമ്മുടെ അഭിപ്രായങ്ങൾ. നിലപാടുണ്ടാവുക, ആ നിലപാട് അറിയിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക. ആ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേ മാത്രമേ മരിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.